കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നെ അറിയിച്ചതാണ് ആക്രമണത്തിനിരയായ നടിയോട് ദിലീപിന് ശത്രുതയുണ്ടാവാൻ കാരണമെന്ന് കരുതുന്നതായാണ് മഞ്ജു വാര്യരുടെ മൊഴി. അഡ്വക്കേറ്റ് ടി വി മിനി, സിബിഐ അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ആവശ്യം സിംഗിൾ ബെഞ്ചിന് പിന്നാലെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ്. കാവ്യ മാധവനാണോ ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് അല്ലെങ്കിൽ അവർ വേർപിരിയാൻ കാരണമായിരുന്നു? 100% അല്ല. ആക്രമിച്ച കേസ് അറിയാലോ, ഈ അടുത്ത സമയത്താണെങ്കിലും അല്ല പൾസർ സുനി വന്നിട്ട് അറിയാലോ, ഒളി ക്യാമറയൊക്കെ വെച്ച കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഏത് മലയാളികൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. പിന്നെ മഞ്ജു വാര്യരാണ് ഈ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് അന്നത്തെ ന്യൂസും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. അതായത് ഈ പറയുന്ന കാവ്യയുടെ റിലേഷനും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന നേരെയായിട്ടുള്ള പെൺകുട്ടി വന്നിട്ടാണ് വെളിപ്പെടുത്തുകയൊക്കെ ചെയ്തത്, ഇവരോട് വിളിച്ച് പറയുകയൊക്കെ ചെയ്തതെന്നാണ് പറയുകയൊക്കെ ചെയ്തത്. അതിന്റെ വൈരാഗ്യത്തിനാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടി എന്നുള്ള രീതിയിലാണ് മഞ്ജു സംസാരിച്ചു എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. കേസ് തന്നെ CBI കൊണ്ട് അന്വേഷിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അഡ്വക്കേറ്റ് ടി ബി മിനി ഇതിന് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ ആ ഒരു വാർത്ത കണ്ടിട്ട് വരാം. അഡ്വക്കേറ്റ് ടി ബി മിനി, CBI അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ആവശ്യം സിംഗിൾ ബെഞ്ചിന് പിന്നാലെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണല്ലോ, വളരെ ആസൂത്രിതമായ ഒരു താല്പര്യം ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും സ്ലിപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യം 8-ാം പ്രതിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തായാലും കോടതി അത് അനുവദിച്ചില്ല എന്നത് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. ഈ അവസാന ഘട്ടത്തിൽ, അതായത് വിചാരണ പൂർത്തിയാക്കി വിധി പറയേണ്ട ഘട്ടത്തിലാണ് CBI വരണം. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഇത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുകയല്ലേ? അതെ, അത് മാത്രമല്ല ഈ കേസ് ഞാനേ നമ്മുടെ മറ്റേ മെമ്മറി കാർഡിന്റെ മെമ്മറി കാർഡ് കേസിൽ പ്രധാനമായും 8-ാം പ്രതി കോടതിയിൽ ഉന്നയിച്ചിരുന്ന വാദം, ഇത് വിക്ടിം കേസ് നീട്ടിക്കൊണ്ടു പോകാനാണെന്നും വളരെ പെട്ടെന്ന് കേസ് തീർപ്പാക്കണം എന്ന നിലയിലാണ് അന്ന് പറഞ്ഞത്. ഞങ്ങള് അപ്പോ ഒരു കാരണവശാലും കേസ് നീട്ടേണ്ടതില്ല എന്നും അത് സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിച്ചാൽ മതി എന്നുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ നിലയിൽ നിന്നുള്ള സാഹചര്യം മാറിയതുകൊണ്ട് അതിനെ മുതലാക്കുക എന്നുള്ള ലക്ഷ്യം 8-ാം പ്രതിക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ഈ അന്വേഷിപ്പിക്കേണ്ട കാര്യം ഇത്രയും ഇപ്പം സംഭവം നടന്നിട്ട് 6 വർഷമായി. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ 6 വർഷം ആയിട്ട് പോലും ഇതുവരെ എന്തുകൊണ്ട് CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല? ഇപ്പൊ അവസാന നിമിഷത്തിൽ എന്തുകൊണ്ട് പറയുന്നു? അതൊരു പിടുത്തവും കിട്ടുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം നിരപരാധിയാണ്, ചിലപ്പം പുള്ളിക്ക് എന്താ പറയണ്ടേ, അനുകൂലമായിട്ടല്ല കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാവാം, ചിലപ്പോൾ അങ്ങനെ ആവാം. എന്തായാലും ഇയാളെ പെടുത്താൻ വേണ്ടി 100 ആൾക്കാർ നടക്കാമെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ പൾസർ സുനി വന്നിട്ട് കുറെ വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്തത്. പിന്നെ ഇയാളെ ഞാൻ അത്ര വെള്ളപൂശാനൊന്നും അല്ല വന്നേക്കുന്നത്. ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. കാരണം 3 മാസം എന്തായാലും അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ദിലീപിന് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കോടതിയിലൊക്കെ നല്ല രീതിയിൽ പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ അവസാന നിമിഷത്തിൽ ഈ കേസ് തീരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തുകൊണ്ട് ഇത്ര ഭയക്കണം എന്നുള്ള കാര്യമാണ് ഞാനും ആലോചിച്ചു പോകുന്നത്. ഇപ്പം എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ പറയുന്നത്. ഓക്കെ, നമുക്കിനി ബാക്കിയും കൂടെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളും കൂടെ സംസാരിക്കാനുണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഈ അന്വേഷണം നീതിപൂർവമല്ല നടക്കുന്നത്, സുതാര്യമല്ല എന്നതൊക്കെയാണ് ദിലീപിന്റെ വാദം. CBI വന്നാൽ മാത്രമേ അന്വേഷണം ശരിയായി നടക്കൂ എന്നാണ് പറയുന്നത്. പ്രതിക്ക് നമ്മുടെ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തില് പ്രതിക്ക് ഒരു അന്വേഷണം ശരിയല്ല എന്ന് പറയാൻ തക്കതായിട്ടുള്ള കാര്യം വേണം. അല്ലാതെ അന്വേഷണം ശരിയല്ല എന്നോ വേറെ അന്വേഷണ ഏജൻസി ചെയ്യണമെന്നോ പ്രതിക്ക് ആവശ്യപ്പെടാനായിട്ട് പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്ന ഏക കക്ഷി വാദികളാണ്, അതായത് ഏത് കേസിലെയും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ സംവിധാനത്തിന് ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, എത്രയും പെട്ടെന്ന് വിചാരണ പൂർത്തീകരിച്ച് വിധി പറയുകയാണ് ഒരു വിക്ടിമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആണ് ചെയ്യപ്പെടേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ സുജ, എനിക്ക് കൂടുതൽ അതിൽ പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു പോകും. അതുകൊണ്ട് എന്തായാലും നമുക്ക് സന്തോഷം. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർത്തത് 2017 ഈ പറയുന്നത് ദിലീപ്, എനിക്ക് തോന്നുന്നു 2017 തോന്നുന്നത്, ദിലീപ് ഒരു ഡിബേറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. ഇപ്പം എന്തായാലും ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അത് ഓർത്തത്, ഞാൻ എഴുതിയിട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ശരിയാണ്, അന്നത്തെ ഒരു ഡിബേറ്റിൽ ഇങ്ങനെ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു CBI കൊടുക്കണമെന്നൊക്കെയുള്ള രീതിയിലാണ്. ഓക്കെ, അഡ്വക്കേറ്റ് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ലിമിറ്റ് ഉണ്ട് ഓരോ കാര്യങ്ങൾ മീഡിയയോട് പറയുന്നില്ലൊക്കെ. അപ്പോൾ ഈ കേസിന്റെ വിധിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവർ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും.
അന്ന് സംസാരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യ കാവ്യ വന്നതിന്റെ കുറച്ച് നാൾക്ക് ശേഷമായിരുന്നു ദിലീപ് ജയിലിലൊക്കെ പോയത്. പിന്നെ അവിടെ നടന്നത് ചരിത്രം തന്നെ ആയിരുന്നു. 390 ദിവസം അയാൾ ജയിലിനകത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പൾസർ സുനിയെ 2 ദിവസം മുമ്പ് രംഗത്ത് കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ഒളിക്യാമറ കൊണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതലും. പിന്നെ ദിലീപിനോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും പിന്നെ മന്ത്രിപുത്രയുടെ കുറെ കാര്യങ്ങൾ നൈസായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഇവിടുത്തെ ചേട്ടന്മാർ കാട്ടിക്കൂട്ടിയതും എല്ലാം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. ഇന്നത്തെ ഒരു ന്യൂസും കൂടെ ഒന്ന് കേട്ട് നോക്കാം. എന്തിനാണ് ദിലീപ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയെന്നുള്ള രീതിയിൽ അന്ന് മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഒരു ന്യൂസാണ് പഴയ, അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നെ അറിയിച്ചതാണ് ആക്രമണത്തിനിരയായ നടിയോട് ദിലീപിന് ശത്രുതയുണ്ടാവാൻ കാരണമെന്ന് കരുതുന്നതായാണ് മഞ്ജു വാര്യരുടെ മൊഴി. ഈ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നടി കഥയില്ലാതെ പറയുന്ന കാര്യങ്ങളാണ് ഇതെന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണമെന്നും മഞ്ജുവിന്റെ മൊഴിയിലുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദിലീപ് പിന്നീട് നടിയോട് വഴക്കിട്ടതായും മഞ്ജു പറഞ്ഞിട്ടുണ്ട്. നടിയോട് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നുവെന്നാണ് സംയുക്ത വർമ്മയുടെ മൊഴി. കാവ്യ ദിലീപ് ബന്ധം മഞ്ജുവിനെ അറിയിച്ചത് നടിയാണ്. നടിക്ക് അവസരം നിഷേധിക്കപ്പെട്ടതായും സംയുക്ത മൊഴി നൽകി. മഞ്ജു നായികയായ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ നിന്ന് പിന്മാറണമെന്ന് ദിലീപ് തന്നോട് ആവശ്യപ്പെട്ടതായി കുഞ്ചാക്കോ ബോബൻ മൊഴി നൽകിയിട്ടുണ്ട്. സ്വമേധയാ പിന്മാറണമെന്നായിരുന്നു ആവശ്യം. ഇത് നിരസിച്ചതോടെ പിന്നീട് കസിൻസ് എന്ന സിനിമയിൽ തനിക്ക് അവസരം നിഷേധിക്കാൻ ശ്രമിച്ചു. അമേരിക്കൻ പര്യടനത്തിന്റെ അവസാന ദിവസം ഹോട്ടൽ മുറിയിൽ കാവ്യയുമായി ദിലീപ് ഏറെ നേരം സംസാരിച്ചതിന് താൻ സാക്ഷിയാണെന്നാണ് റിമി ടോമി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കാര്യം താൻ കാവ്യയെ വിളിച്ചു പറഞ്ഞപ്പോൾ കാവ്യയുടെ പെരുമാറ്റം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് റിമി ടോമിയുടെ മൊഴിയിലുണ്ട്. കേസിൽ ചലച്ചിത്ര മേഖലയിൽ നിന്ന് 50 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കുറ്റപത്രം കൈപ്പറ്റാൻ പൾസർ സുനിയടക്കം 6 പ്രതികളെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കാത്തതിനെതിരെ ഇവിടെ പൾസർ സുനിയുടെ സ്റ്റാൻഡ് ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഇപ്പൊ ഈ മഞ്ജു വാര്യറിന്റെ ഈ പറയുന്ന മഞ്ജു വാര്യർ പിന്നെ അതുപോലെ തന്നെ ദിലീപ് വിഷയം ഈ പറയുന്ന നടി പറഞ്ഞു കൊടുത്തെന്നൊക്കെയാണല്ലോ പറയുന്നത്. സോറി, കാവ്യമാധവന്റെ വിഷയവും ദിലീപിന്റെ വിഷയം ഈ നടി പറഞ്ഞു കൊടുത്തതാണല്ലോ വിഷയം. ഇവർ തമ്മിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇത്ര മാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഇവർ കല്യാണം കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടെയോ എന്തൊക്കെയോ ആരൊക്കെയോ കൊടുക്കാനുള്ള ഒരു പ്ലാനായിട്ടാണ് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്യുന്നത്. ഒരു നല്ല ധാരണ തന്നെയായിരുന്നു ഡിവോഴ്സും കാര്യങ്ങളാവുകയൊക്കെ ചെയ്തത്. എന്താ പറയുക, ഈ പറയുന്ന മഞ്ജു എനിക്കെന്നോ ഒരു സുഹൃത്തായിട്ട് തന്നെ നിൽക്കും എന്നുള്ള രീതിയിലാണ് കോടതി പറഞ്ഞിട്ടാണ് അവർ കോടതി വിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തതെന്നാണ് അന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. ഇതിന് ഒരു പഴയ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ദിലീപ് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കാവ്യ മാധവനാണോ ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് അല്ലെങ്കിൽ അവർ വേർപിരിയാൻ കാരണമായിരുന്നു? 100% അല്ല എന്ന് ഞാൻ ദൈവത്തെ മുൻനിർത്തി തന്നെ പറയാം. കാവ്യനെ എനിക്കിഷ്ടമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇഷ്ടമെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ പ്രണയം എന്ന് പറഞ്ഞിട്ടെടുക്കരുത്. ഏകദേശം 98 തന്നെയാണെന്ന് തോന്നുന്നു ചന്ദ്രവിക്രം ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമ. അതിന് മുമ്പേ എനിക്ക് കാവ്യനെ അറിയാം. അത്രയും വർഷത്തെ പരിചയം തന്നെയുള്ളൊരിതാണ്. ശരിക്കും കാവ്യയാണ് ഇതിൻ്റെ കാര്യമെന്ന് നമുക്ക് മൊത്തത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതത്ര സുഖകരമായിട്ടുള്ളൊരു സംസാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അന്ന് കാവ്യമാധവന്റെ അമ്മ പറയുന്നതിന്റെ ഒരു ന്യൂസ് ഉണ്ട്, ഞാൻ അതൊന്ന് വെച്ചുതരാം. പ്രതികരിച്ചു. വളരെ സന്തോഷം. കുറേ നാളായില്ലേ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞു, സന്തോഷം. ഇല്ല പെട്ടെന്ന് പറഞ്ഞതാ. മുഹൂർത്തം നല്ല ദിവസം ഇന്ന് നമുക്ക് പരിചയമില്ലാതോട് ചോദിച്ചു. കഴിഞ്ഞ കുറേ ദിവസമല്ല, 2 വർഷമായിട്ടില്ല ഗോസിപ്പ. അതേ സത്യമാവട്ടെന്ന് വിചാരിച്ചു. എപ്പം ഗോസിപ്പ് വരികയല്ലേ, അതെന്നാ പിന്നെ വേറെ ഇതന്നെ നോക്കാന്ന് വിചാരിച്ചു. 2 വർഷമായിട്ട് കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള ഗോസിപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിറക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പണ്ട് ദിലീപിന്റെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്തോടെ ഒരു സംസാരിക്കുന്നതിനൊക്കെ ഒരു ഇത് വേണ്ടേ? എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. എവിടെയോ എന്തോ വലിയ ബന്ധികളായിട്ട് എനിക്ക് ഫീലിംഗ് ചെയ്യുന്നുണ്ട്. പണ്ട് തൊട്ടേ റിലേഷനും കാര്യങ്ങളും എന്തൊക്കെയോ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. സാമാന്യ ബോധമുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അമ്മച്ചി ആ പറഞ്ഞോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ മാറ്റർ. പിന്നെ അത് മാത്രമല്ല, പിന്നെ പൾസർ സുനിയുടെ കുറേ സംസാരവും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു സംസാരമാണ്. എന്തായാലും ഏകദേശം തിരുവനപ്പെടുത്താനാണ് കൂടുതൽ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. പിന്നെ എല്ലാം ഒന്നും വെള്ളപൂശി എനിക്ക് ഇടാനും വലിയ താല്പര്യമൊന്നുമില്ല. ഈ ബന്ധവും റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഉണ്ട്. ഇപ്പം അറിയാലോ, സോഷ്യൽ മീഡിയ ചർച്ചയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ദിലീപിനെ തിരിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്തായാലും നമ്മൾ ഈ ദിലീപിന്റെ കറക്റ്റ് വിഷയങ്ങളും കാര്യങ്ങളായിട്ട് നാളെ വരുന്നതായിരിക്കും. ബൈ, ലവ് യു ഓൾ.